നമസ്കാരം. ബ്രേക്ക്ഫാസ്റ്റ് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല, പ്രാതൽ മാത്രമെന്ന് മുഖ്യമന്ത്രി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ രാഷ്ട്രീയം മാറ്റിവെച്ച് തമ്മിൽ കണ്ടാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും ഡൽഹി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്ന് പ്രതിപക്ഷത്തിന് അറിയണം. അതുകൊണ്ട് സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആണോ, രാഷ്ട്രീയ കൂടിക്കാഴ്ചയാണോ? ഈ വക സംശയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. അനൗദ്യോഗിക കൂടിക്കാഴ്ച എന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം. കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ കേരള ഹൗസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തി. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരടേ. അമ്മ 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 അമ്മ. അനൗദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സൗഹൃദപൂർവമായ ഒരു കൂടിക്കാഴ്ചയും കാപ്പൂടിയും. സാർ, എന്ത് അനൗദ്യോഗിക സന്ദർശനമാണ് സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോട് നടത്തിയതെന്ന് നമുക്കറിയണ്ടേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിൽ ഒരു വഴിപാടിന്റെ കാര്യം പറഞ്ഞ വഴിപാടായിരുന്നല്ലോ. നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തോ വല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ഇത് BJP-യിലെ 3-ാം സ്ഥാനത്ത് വഹിക്കുന്ന ധനകാര്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ വന്ന് കാണണമെങ്കിൽ അതും അനൗദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ എന്താണ് സാർ തെറ്റ്? രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? എന്തോ വല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. ഡൽഹി കൂടിക്കാഴ്ചയുടെ ഗുട്ടൻസ് അറിയാനുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശം അംഗീകരിച്ച് മുഖ്യമന്ത്രി സത്യം വെളിപ്പെടുത്തി. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിക്കാഴ്ച മാത്രമായിരുന്നു. പ്രാതൽ മെനു കെ വി തോമസ് മാഷ് വെളിപ്പെടുത്തിയിട്ടും പ്രതിപക്ഷത്തിന് സംശയം നീങ്ങുന്നില്ല. BJP ബാന്ധവത്തിൻ്റെ റിഹേഴ്സൽ അല്ലേ അവിടെ നടക്കുന്നത് എന്നാണ് അവരുടെ സംശയം. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. നായരേട്ടാ, ഒരു 2 കുറ്റി പുട്ട്. വാ വാ പുട്ടേ വാ, പുട്ടിന്റെ പൊടിയേ വാ. വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും തമ്മിൽ സംസാരിക്കാനുള്ളത് എന്താ? അനൗദ്യോഗികമായി നമ്മൾ അറിയണ്ടേ? എന്നിട്ട് കേരളം ഇതുപോലുള്ളൊരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും സംസാരിച്ചിട്ടില്ല. തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു. മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ളൊരു അവസരമാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത്. കേരളത്തിൽ BJP-യുമായി കൈകോർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ റിഹേഴ്സലാണ് ഡൽഹിയിൽ നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ റിഹേഴ്സൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികണം. അതോർത്ത് തീ വിഷമിക്കണ്ട, എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ പ്രാതലാണ് ചർച്ചാ വിഷയമായതെങ്കിൽ മുമ്പ് പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം NK പ്രേമചന്ദ്രൻ MP ഉച്ചയൂണ് കഴിച്ചതാണ് പ്രശ്നമായത്. അന്ന് പ്രധാനമന്ത്രിയുടെ വിരുന്നു പങ്കാളിയായതിന് പ്രേമചന്ദ്രൻ കേൾക്കാത്ത പഴിയില്ല. പ്രാതലിലില്ലാത്ത BJP അന്തർധാര ഉച്ചയൂണിൽ ഉണ്ടെന്നായി. പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്നൊരു കാപ്പി കുടിച്ചു എന്നതിൻ്റെ പേരിൽ NK പ്രേമചന്ദ്രനെതിരായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആള്. നമ്മള് തമ്മിൽ കഴിക്കൂ, ലഡു കഴിക്കൂ. എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി.
പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. നരേന്ദ്രമോദി ഭക്ഷണത്തിന് ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ. എന്താ അതിന്റെ അന്തർധാര? കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? BJP-യുമായിട്ടുള്ള RSS-ഉമായിട്ടുള്ള ബന്ധമാണത്. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. ഓ, അവസാനം നൂൽബന്ധുക്കൾ ഉണ്ടായാൽ മതിയായിരുന്നു. തീൻമേശയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകാനുള്ള ഒരു ഔചിത്യം, ഒരു സംസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്രേമേന്ദ്രനെ ഒരു വിരുന്ന് പങ്കാളിയാക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അത് പ്രേമേന്ദ്രനെ മാത്രമാണ്. എന്താണ് അനൗദ്യോഗിക ചർച്ച നിർമ്മലാ സീതാരാമനുമായിട്ട്? എന്താ അനൗദ്യോഗിക ചർച്ച കേരള ഹൗസിൽ? അത് ചോദിച്ചാൽ പറയണ്ടേ? എന്താ അനൗദ്യോഗികമായിട്ട് അവർ തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത്? അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ അവർ തമ്മിൽ. ആ തണ്ടി RDPയുടെ തൊലി ഒരിക്കലാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെന്താ, കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർ തമ്മിൽ സംസാരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആദ്യം പ്രതികരിച്ചത്. പിന്നീടാണ് ഈ PRDയുടെ റിലീസ് വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയമായത് അനൗദ്യോഗികം. എന്ത് അനൗദ്യോഗികം? സത്യം പറയണോ? പറയണം. കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിക്കോ? തെളിയിച്ചോ? കൂടിക്കാഴ്ചയിലെ ഗവർണറുടെ സാന്നിധ്യമായിരുന്നു മറ്റൊരു പുതുമ. ഗവർണറെ BJP ബന്ധത്തിൻ്റെ പാലമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനല്ല ആർലേക്കർ. കേരള വികസനത്തിന് പാലമെങ്കിൽ പാലമാകാനും റെഡിയാണെന്നാണ് ആർലേക്കറുടെ ഭാഷ്യം. പാലം കടക്കുവോളം രാമായണം, പാലം കടന്നാൽ കുരായണ എന്ന് പറയാതിരുന്നാൽ മതി. ഗവർണർ നല്ല മനുഷ്യനാണ്, പക്ഷെ ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ഒരു പാലം ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? ഈ ഗവർണറുടെ പാലം കടന്നിട്ടാണ് ചെന്നതെന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാര്യം ആദ്യം ഞാൻ പറയാം. കഥ ഞാൻ പറഞ്ഞു തരാം. ഗവർണർ എല്ലാ MP-മാർക്കും ഒരു അത്താഴ വിരുന്ന് കൊടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ. ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ പരിപാടിക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന അതേ വിമാനത്തിലാണ്. പിറ്റേ ദിവസമാണ് പരിപാടി. പിറ്റേ ദിവസമാണ് എനിക്ക് PB മീറ്റിംഗ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നാളെയാണ് ആ പരിപാടി, നിങ്ങൾ വരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, യാദൃശ്ചികമാണല്ലോ ഇത്, ഞാൻ ആ ദിവസം ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഏതായാലും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഗവർണറോട് പറഞ്ഞു, നാളെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട്, നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം വന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശശി തരൂരിന് പറയാൻ അഭിപ്രായമുണ്ടാവുകയും അത് പറയുകയും ചെയ്യുന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ നെഞ്ചെടുപ്പ് ഉയർത്തുന്നു. യുദ്ധത്തിലായ റഷ്യയോടും ഉക്രൈനോടും ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നിലപാടാണ് വിഷയം. തരൂർ പറഞ്ഞത് മോദി സ്തുതിയാണെന്നും വീണ്ടും കോൺഗ്രസ് പുലിവാല് പിടിച്ചുവെന്നായിരുന്നു വ്യാഖ്യാനം. മനസ്സിൽ വരുന്നത് ഉള്ളതുപോലെ പറഞ്ഞു പോകുന്ന തരൂർ ശൈലിയാണ് പ്രശ്നം. എന്തായാലും തരൂർ പറഞ്ഞതിൻ്റെ പൊരുൾ കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായിട്ടില്ല. BJP നേതാവ് K. സുരേന്ദ്രനും തരൂർ മൊഴിമുത്തുകൾ പിടികിട്ടിയില്ലെങ്കിലും മോദി സ്തുതി എന്ന് കേട്ടപാടെ തരൂരിനെ അഭിനന്ദിക്കാനെത്തി. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ്ണ്. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും തരൂരിന്റെ മോദി സ്തുതി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദിയുടെ നിലപാടിന് പ്രശംസ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. The policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places, and therefore India is in a position where it can make a difference. എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. അർത്ഥം അറിയില്ലെങ്കിൽ പോയി ഡിക്ഷണറി നോക്കണം. കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല, ഞാൻ കേട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ കേൾക്കാതെ നിങ്ങൾക്ക് മറുപടി പറയാനില്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്, എന്നതിന്റെ അർത്ഥം എന്താണ്, അത് പറയുന്ന സാഹചര്യം എന്താണെന്ന് അറിയാതെ ഞാനിങ്ങനെ പ്രതികരിക്കുക. ഞാൻ കേട്ടില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ കേട്ടില്ല. കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ മനസ്സിലായി. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിനിറ്റിയും
ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഭാരത് മാതാവിനെ കാക്കാൻ. ശശി തരൂർ ഒരു സത്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി. ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദരാ? രാഹുൽ ഗാന്ധി പക്ഷേ വിദേശത്തെല്ലാം പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ ഒരടിയാണ്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിനായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നീ ഒരു ഉപകാരം ചെയ്യോ, ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങണം. പുല്ലേ സോറി സോറി. റഷ്യ യുക്രൈൻ യുദ്ധവിജയത്തിൽ ശരിക്കും തരൂർ ഇടതുപക്ഷത്തെയാണ് അഭിനന്ദിക്കേണ്ടത്. CPMന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് തരൂരും മോദിയും അംഗീകരിച്ചതുകൊണ്ടാണ് ഇന്ത്യക്കിപ്പോൾ തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞത് എന്നാണ് CPM MP ജോൺ ബ്രിട്ടാസിന്റെ വാദം. ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ്. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. യുക്രൈൻ റഷ്യൻ പ്രശ്നം വന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, ഇടതുപക്ഷമാണ്. ഇല്ല, സത്യമാണ്. അന്ന് അതിൽ ചില വിയോജിപ്പുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നു. ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്നും നരേന്ദ്രമോദി അപൂർവമായിട്ടാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ റഷ്യയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ബ്രിട്ടാസിന് തരൂരിനെ അഭിനന്ദിക്കാൻ, തരൂരിന് മോദിയെക്കുറിച്ച് നല്ലത് പറയേണ്ടി വന്നതിലാണ് KC വേണുഗോപാലിന് കുണ്ഠിതമുള്ളത്. ബ്രിട്ടാസിന്റെ പൊടുന്നനെയുള്ള തരൂർ പ്രേമത്തിൽ KC വേണുഗോപാൽ ചിലതെല്ലാം സംശയിക്കുന്നു. എടാ, കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും എന്നോട് ശരിക്കും ആത്മാർത്ഥതയുള്ളത് നിനക്ക്. അത് പിന്നെ എന്റെ മനസ്സിൽ കളത്തിലില്ലാത്തതുകൊണ്ട് ഞാനുള്ളത് വെട്ടി തുറന്ന് പറയും. ബ്രിട്ടാസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഞാൻ കണ്ടു. സത്യത്തിൽ ബ്രിട്ടാസിന് ശശി തരൂരിനെ അഭിനന്ദിക്കാൻ കിട്ടിയ ഏക അവസരമായിരുന്നു. കാരണം എന്താ, ശശി തരൂരിനെ അഭിനന്ദിക്കാൻ വേണ്ടി ബ്രിട്ടാസിനൊരു അവസരം കിട്ടാൻ ശശി തരൂർ മോഡിയെക്കുറിച്ച് നല്ലത് പറയേണ്ടി വന്നു. ഒന്ന് ആലോചിച്ചത്. എനിക്ക് എപ്പോഴും സ്നേഹമുണ്ട്. അദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനാണ്, കേരളത്തിലെ MP ആണ്, പിന്നെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹവും ഞാനുമാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹമുണ്ട്. സ്നേഹമല്ലേ അച്ഛാ? അഖിലസാഗരം മൊരി എന്നല്ലേ അച്ഛാ? അപ്പോൾ അദ്ദേഹത്തിന് സ്നേഹം തരൂരിനോട് നഷ്ടപ്പെട്ടു എന്നാണോ അദ്ദേഹം KC വേണുഗോപാൽ പറയുന്നത്? ഇതുവരെ ശശി തരൂരിനെ കുറിച്ച് എന്താ ഞാൻ പറയാ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, മൈക്കിലൂടെ പറയാൻ പാടില്ലാത്തതെല്ലാം വിളിച്ചു പറഞ്ഞവരല്ലേ ഇവര്. ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. അതായത് ശശി തരൂരും KC വേണുഗോപാലും എൻ്റെ സുഹൃത്തുക്കളാണ്. KC വേണുഗോപാലും ഞാനും തമ്മിൽ ഒരു കോളേജിൽ പഠിച്ച ആൾക്കാരല്ലേ, ഞങ്ങൾ സഹപാഠികളല്ലേ. ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും, ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അദ്ദേഹം പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ എൻ്റെ വായിലേക്ക് എന്തൊക്കെ പറയല്ലേ. അദ്ദേഹം അങ്ങനെയൊന്നും എന്നെക്കുറിച്ച് ഒരിക്കലും മോശമായിട്ട് പറയും. ഇപ്പം ശശി തരൂരിനോടൊരു പ്രത്യേക പ്രേമം. എപ്പോഴാ പ്രേമം? അവർ പറയുന്നതനുസരിച്ച് ശശി തരൂരിന് മോഡിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ശശി തരൂർ നല്ല ആളാണെന്ന് ബ്രിട്ടാസ് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വായിക്കേണ്ടത് നിങ്ങൾ ശശി തരൂരിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല വായിക്കേണ്ടത്. അദ്ദേഹം അങ്ങനെയൊന്നും എന്നെക്കുറിച്ച് ഒരിക്കലും മോശമായിട്ട് പറയും. ബ്രിട്ടാസ് എന്ന് പറയുന്നൊരു പാർട്ടിയും ഇല്ല. അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന അടിയൊഴുക്കുകളുടെ ഭാഗമാണ്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. രണ്ടാം പിണറായി സർക്കാർ 4ാം വാർഷികാഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. മാലിന്യമുക്ത കേരളം നവകേരളം എന്നാണത്രേ 4ാം വാർഷികത്തിലെ മുദ്രാവാക്യം. കേരളം മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ സർക്കാർ ലക്ഷ്യം കാണുമെന്ന് മറ്റെല്ലാവർക്കും ഉറപ്പാണ്, K. മുരളീധരന് ഒഴികെ. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ജീവിതം പരിപൂർണമായി ആഘോഷിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് 2ാമത്തെ ടേമിലെ 4ാമത്തെ വർഷം, 4ാം വാർഷികം. 5ാം വാർഷികം പിന്നെ സാധാരണ രീതിയിൽ ആഘോഷിക്കേണ്ട വരുന്ന പരിപാടിയില്ല, കാരണം അപ്പോഴേക്ക് ഇലക്ഷനായിരിക്കും. ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട
ഒരാഘോഷ പരിപാടി. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക. അപ്പൊ പിന്നെ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കട്ടെ. 4ാം വാർഷികാഘോഷം നന്നായിട്ട് കേരളത്തിന് പ്രയോജനകരമായ രീതിയിൽ നടത്തണമെന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇടതുപക്ഷ സർക്കാരിന്റെ അവസാനത്തെ ആഘോഷമാണ് ഇത്. ലാസ്റ്റ് സപ്പറ അത് അവര് ആഘോഷിക്കട്ടെ. മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. കേരളം മാലിന്യമുക്തമാണെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ശുചിത്വ കേരളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് മാലിന്യമുക്ത കേരളം. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. കലക്ടറേറ്റിൽ പോലും തേനീച്ചകളെ കൊണ്ട് ജീവനക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇനി ഞാൻ ശുചിത്വ കേരളത്തിന് മാലിന്യമുക്ത കേരളത്തിനും തലസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ തേനീച്ച കുത്ത് കാരണം ഓടുന്ന ഓട്ടം അത് ഒളിമ്പിക്സിലാണ് ഓടിയതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വെങ്കല മെഡലെങ്കിലും ഇന്ത്യക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ പറയുന്ന ശുചിത്വം എത്രയുണ്ടെന്ന് ആദ്യം കലക്ടറേറ്റിൽ നിന്ന് തുടങ്ങണം. അല്ലെങ്കിൽ ഇനി ക്ലിഫ് ഹൗസിൽ പോയി നോക്കിയാൽ അറിയാം അവിടെ എന്തിൻ്റെയൊക്കെ കൂടാനുള്ളത്.